ആ പോലീസുകാരൻ താഴെ വീണപ്പോൾ അവളെ ചുറ്റും കൂടി നിന്നവരെല്ലാവരും ആഹ്ലാദിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് അതിനേക്കാളും സങ്കടം തോന്നി. ആ ഒരു സംഭവം റീലായിട്ട് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ കമന്റ് സെക്ഷൻ മുഴുവൻ പോലീസുകാർക്കെതിരെ. ഞങ്ങൾ പോലീസുകാർ തെണ്ടിത്തരം കാണിക്കുന്നില്ല. ഞാനും പല വീഡിയോസിലും പോലീസുകാർക്കെതിരെയും അവർ ആ ഒരു സിസ്റ്റത്തിനെതിരെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോഴല്ല അതിനെതിരെ വിമർശിക്കണ്ടേ. ആ പോലീസുകാരൻ നിങ്ങൾ തലയിൽ പൊട്ടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആ ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കേണ്ടി വന്നത്. നിങ്ങൾ ചങ്കിൽ കത്തിയാറ്റാണ്ടിരിക്കാൻ വേണ്ടിയാണ് അവരവരുടെ സിറ്റുവേഷൻ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ആ ചെറുക്കൻ്റെ പുറകെ ഓടിയപ്പോൾ അയാൾ തട്ടിമറിഞ്ഞ് വീണത് അവിടെയുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര ആഘോഷമായിട്ടാകും. പക്ഷെ അതിനേക്കാളും കൂടുതൽ സോഷ്യൽ മീഡിയയിലും ആഘോഷിക്കുന്നു. ഈ സെയിം സംഭവം സിറ്റുവേഷൻ റൊമാൻസ് എന്ന് പറഞ്ഞ മൂവിയിൽ കറക്റ്റായിട്ടുണ്ട്. ആ ഒരു സെയിം സിറ്റുവേഷൻ. പക്ഷേ ആണല്ലോ ആ ഒരു പോലീസുകാരനും കുടുംബമുള്ളതാണ്. അയാൾ സ്വന്തം കുടുംബത്തിന് കാര്യത്തിന് വേണ്ടല്ല ഓടിപ്പോയി. നിങ്ങൾ തലയിൽ ചാവാണ്ടിരിക്കാൻ വേണ്ടി, നിങ്ങളുടെ ചങ്കിൽ കത്തി കയറാണ്ടിരിക്കാൻ വേണ്ടിയാണ് അയാൾ ഓടി വന്നത്. പോലീസുകാരെ എല്ലാവരും ഞാൻ പറയുന്നില്ല, ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തിനും നമ്മൾ ഒരു 60% ആൾക്കാരെങ്കിലും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരുടെ, രാഷ്ട്രീയക്കാരുടെ, ഏത് രാഷ്ട്രീയക്കാരാണെന്നുണ്ടെങ്കിലും പ്രഷർ ചെയ്ത് തന്നെ പോലീസുകാർ. അതിനകത്ത് കുറേ പേരുടെയെങ്കിലും ചെവിക്ക് കാത് കോർക്കാണ്ട് അവർ പണിയെടുക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ ഇന്നും സമാധാനമുള്ളത്. പല കേസുകളും ഒരു മാക്സിമം 2 ആഴ്ചക്കുള്ളിൽ പിടിക്കാണ്ടി ശ്രമിക്കുന്നുണ്ട്. വിമർശിക്കാം, പക്ഷെ അവർ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴല്ല അത് വിമർശിക്കണ്ടേ. ആദ്യം അത് മനസ്സിലാക്കുന്നത്. പോലീസുകാരെ ആരെ വേണമെങ്കിലും വിമർശിക്കാം, പക്ഷേ അത് ഈ ഒരു സിറ്റുവേഷൻ മുതലെടുത്തുകൊണ്ടാവരുത്. 100% ലിറ്ററസി എന്ന് പറഞ്ഞ് നമ്മൾ ആ പ്രതികരിച്ച സംഭവം ഇവിടെ കാണിക്കണത്.